മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ. 'ഡയമണ്ട് നെക്ലസ്' എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ അനുശ്രീ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മുൻനിര നായിക നിരയിലേക്ക് ഉയരുകയായിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും ഇരയാകുകയും ചെയ്തിട്ടുണ്ട് അനുശ്രീ. സംഘപരിവാർ അനുകൂല നിലപാട് താരം സ്വീകരിച്ചതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനുശ്രീ ഇപ്പോൾ. ഒരു സുപ്രഭാതത്തിൽ തന്നെ ചിലർ വർഗീയവാദി എന്നും എന്താണ് അതിന് കാരണം എന്ന് അറിയില്ല എന്നും അനുശ്രീ പറയുന്നു. ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു നടിയുടെ പ്രതികരണം. രാഷ്ട്രീയ വിവാദത്തിലേക്ക് തന്നെ വഴിച്ചിഴക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ടെന്നും താരം പറഞ്ഞു. നാട്ടിലെ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണജയന്തിക്ക് ഭാരതാംബ ആയത് മുതലാണ് ഈ നീക്കം ആരംഭിച്ചതെന്നും അനുശ്രീ വ്യക്തമാക്കി. ഒരു വർഷം ശ്രീകൃഷ്ണജയന്തിക്ക് ഭാരതാംബയായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയതാണ്. ഒരു സുപ്രഭാതത്തിൽ ഞൊടിയിൽ ഞാൻ എന്നെ തീവ്ര വർഗീയവാദിയാക്കി, അനുശ്രീ പറയുന്നു. ഭാരതാംബയുടെ വേഷം കെട്ടി ഘോഷയാത്രയിൽ പോകുന്നത് സാധാരണ സംഭവമാണെന്നും താരം കൂട്ടിച്ചേർത്തു. അന്ന് ഭാരതാംബയുടെ വേഷം കെട്ടിയ ശേഷം രാത്രി തന്നെ ഒരു സ്റ്റേജ് ഷോയ്ക്കായി അമേരിക്കയിലേക്ക് പോയി. അവിടെ ചെന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോഴാണ് തനിക്കുമേൽ വർഗീയവാദി എന്ന ലേബൽ ചാർത്തി കിട്ടിയ കാര്യം അറിയുന്നതെന്നും അനുശ്രീ പറഞ്ഞു. എൻ്റെ മുകളിൽ ചിലർ കരുതിക്കൂട്ടി വർഗീയവാദി എന്ന ലേബൽ ചാർത്തുകയായിരുന്നു. അതിനുശേഷം എന്ത് പോസ്റ്റിട്ടാലും അതിന് താഴെ വന്ന് എന്നെ അധിക്ഷേപിക്കും, അനുശ്രീ ചൂണ്ടിക്കാട്ടി. എന്തിനാണ് തന്നെ ഇത്തരത്തിൽ മുദ്രകുത്തി അധിക്ഷേപിക്കുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നും താരം വ്യക്തമാക്കി. ഞാൻ അമ്പലത്തിന് മുന്നിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ആഘോഷം ചെറുപ്പം തൊട്ട് ഞങ്ങളൊക്കെ തന്നെയാണ് നടത്താറ്. അതിനെ ഒരു പാർട്ടി പരിപാടിയായിട്ടല്ല കാണുന്നത്, അനുശ്രീ പറഞ്ഞു. എല്ലാ വർഷവും ക്ഷേത്രത്തിൽ പരിപാടികൾ പങ്കെടുത്തുന്ന ആളാണ് താനെന്നും എന്നാൽ സിനിമയിലെത്തിയതിനു ശേഷം തിരക്ക് കാരണം ചില വർഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നും അനുശ്രീ പറഞ്ഞു. ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിവസം നാട്ടിലുണ്ടായിരുന്നാൽ പതിവ് പോലെ ഘോഷയാത്രയ്ക്ക് പോകുമെന്നും ഭാരതാംബയുടെ വേഷം അണിയുമെന്നും അനുശ്രീ കൂട്ടിച്ചേർത്തു. തന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധാരണ സംഭവമാണെന്ന്, എന്നാൽ അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നതിന് വിഷമമുണ്ടെന്ന് അനുശ്രീ പറഞ്ഞു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഒരിക്കലും മറ്റു മതങ്ങളുടെയോ ദൈവങ്ങളെയോ വിശ്വാസത്തെയോ തള്ളിപ്പറഞ്ഞിട്ടില്ല. നാട്ടിലെ അമ്പലത്തിൽ ദൈവത്തിന് മാല കെട്ടാറുണ്ട്. അതുപോലെ വെട്ടേക്കാട് പള്ളിയിൽ നൂലും കെട്ടാറുണ്ട്. ഇതൊന്നും അറിയാത്തവരാണ് നമ്മുടെ മനസ്സിൽ പോലും കരുതാത്ത തരത്തിൽ ചിത്രീകരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിഷമം തോന്നില്ലേ, അനുശ്രീ പറഞ്ഞു. താൻ മറ്റുള്ളവർ ആരോപിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളോ അതിലെ അംഗമോ ഒന്നുമല്ല. അവരെ പിന്തുണച്ച് എവിടെയും സംസാരിച്ചിട്ടുമില്ല എന്നും അനുശ്രീ വ്യക്തമാക്കി. താൻ അതല്ല എന്ന് 100 തവണ പറയുമ്പോഴും എന്തിനാണ് അതാണ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്നത് എന്ന് അനുശ്രീ ചോദിക്കുന്നു.